ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ അനീറ്റ. ഓണം സീരീസിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ തോരനാണ് ചെയ്ത് കാണിക്കുന്നത്. ക്യാബേജ് ക്യാരറ്റ് തോരൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ക്യാബേജ് തോരൻ എന്താ ഇത്ര കാണിക്കാനുള്ളത്? അത് നല്ല ഈസി അല്ലേ? അതെ, ഈസിയാണ്. എന്നാൽ നല്ല ജീവനുള്ള ഒരു ക്യാബേജ് തോരനാണ് എൻ്റെ റെസിപ്പി. ക്യാബേജ് എങ്ങനെയാണ് അരിയേണ്ടതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതാ നോക്കിക്കോളൂ. ഇതുപോലെ വളരെ കനം കുറച്ച് വേണം നമ്മൾ ക്യാബേജ് അരിഞ്ഞെടുക്കാൻ. ക്യാബേജ് അരിയുമ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയാൽ നമ്മുടെ തോരൻ്റെ രുചി കുറയും. ഒരു കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് അരിയുകയാണെങ്കിൽ കുറച്ചുകൂടിയും എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമുക്കൊരു പാൻ എടുത്തു വയ്ക്കാം. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കുഞ്ഞുള്ളി വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആ കുഞ്ഞുള്ളി മുരിഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ എണ്ണയ്ക്ക് കിട്ടണം. അത് തോരൻ പോലെയുള്ള എല്ലാ വിഭവങ്ങൾക്കും ഒരു പ്രത്യേക രുചി നൽകും. ഇതാ നമ്മുടെ കുഞ്ഞുള്ളി അത്യാവശ്യം നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങി. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില എപ്പോഴും ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞു. നമുക്കിനി സവോള ചേർക്കാം. ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് ചേർക്കുന്നത്. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ അതായാലും മതി. സവോള ഒരുപാടങ്ങ് വഴന്ന് വരണം എന്നില്ല. നമ്മൾ സവോള ജസ്റ്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്തു. ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തോരനൊന്നും അങ്ങനെ വലിയ എരിവ് വേണം എന്നില്ലല്ലോ. ഇനിയിപ്പം എരിവ് വേണം എന്നുള്ളവർക്ക് 3-4 പച്ചമുളക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ തോരന് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുഴിച്ചു നിൽക്കും. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ സ്മെല്ലെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. ക്യാബേജിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനത് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ തീരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടിയും ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാരറ്റ് ചേർക്കുന്ന പോലെ തന്നെ പൊടിയായി എരിഞ്ഞ ബീൻസും കൂടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനാകും. നമുക്കറിയാം, റോ ആയിട്ട് സാലഡിലൊക്കെ ചേർക്കുന്ന ഒരു വെജിറ്റബിളാണ് ക്യാബേജ്. പക്ഷെ നമ്മൾ തോരനാക്കുമ്പോൾ ക്യാബേജിൻ്റെ ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലും പോകാനായിട്ടുള്ള ടൈം അതൊരു മാക്സിമം 1-2 മിനിറ്റാണ്. അതിനുള്ളിൽ നമ്മുടെ ക്യാബേജ് കുക്കായി കഴിയും. ക്യാബേജ് നമ്മൾ എപ്പോഴും കടകളിൽ നിന്നായിരിക്കും മേടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് 2 ഗുണമുണ്ട്. 1, പെട്ടെന്ന് ക്യാബേജ് അങ്ങ് വെന്ത് പോകില്ല. 2, ക്യാബേജിൽ എന്തെങ്കിലും ഒരു വിഷാംശം ഉണ്ടെങ്കിൽ തുറന്നു വെച്ച് കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. തോരനിൽ നല്ല ജീരകം, ചെറിയ ജീരകം ചേർക്കുന്നവരുണ്ട്. ഞാനത് ചേർക്കുന്നില്ല. ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തേങ്ങയുടെ കൂടെ തന്നെ ആ ജീരകവും ചേർക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. 1-2 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തു. നമ്മുടെ ക്യാബേജ് തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെയല്ല തോരൻ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ ഓണത്തിന് ഒരു ചെറിയ സദ്യ തയ്യാറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഓണസദ്യയുടെ വീഡിയോ കാണാൻ മറക്കരുത്. എന്തൊക്കെ വിഭവങ്ങളാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, എങ്ങനെയൊക്കെ തയ്യാറാക്കണം തുടങ്ങി ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ആ വീഡിയോ. മറ്റൊരു നല്ല ഓണ വിഭവവുമായി സ്ട്രോബെറി ചാനലിലൂടെ വീണ്ടും കാണാം. Thank you so much for watching. Bye.